ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ടോപ്പിക്ക് വായനാ ദിന ക്വിസാണ്. കലാമണ്ഡലം കൽപ്പിത സർവകലാശാലയെ സമ്പൂർണ്ണ സർവകലാശാല ആക്കുന്നതിന് ഭാഗമായി പുതിയതായി ആരംഭിച്ച വിഭാഗം ഏതാണ്? ഉത്തരം സ്കൂൾ ഓഫ് ലിബറൽ ആർട്സ്. 2024 ഒക്ടോബറിൽ മികച്ച ജില്ലയ്ക്കുള്ള ഭരണഭാഷാ പുരസ്കാരം ലഭിച്ചത് ഏത് ജില്ലയ്ക്കാണ്? ഉത്തരം പത്തനംതിട്ട. മലയാള സാഹിത്യത്തിലെ സമഗ്ര സംഭാവനയ്ക്കുള്ള കേരള സർക്കാരിൻ്റെ പരമോന്നത ബഹുമതിയായ എഴുത്തച്ഛൻ പുരസ്കാരം 2024 അർഹനായത് ആരാണ്? ഉത്തരം NS മാധവൻ. കാഴ്ച പരിമിതർക്ക് വിദ്യാഭ്യാസ പിന്തുണ നൽകുന്നതിനായി കേരള സാക്ഷരതാ മിഷൻ ആരംഭിച്ച പദ്ധതി ഏതാണ്? ഉത്തരം ദീപ്തി ബ്രെയിലി പദ്ധതി. കേരളത്തിലെ ആദ്യ ഓപ്പൺ ബുക്ക് പരീക്ഷ നടത്തിയത് ഏത് സർവകലാശാലയാണ്? ഉത്തരം ശ്രീനാരായണ ഗുരു ഓപ്പൺ സർവകലാശാല. ബാലസാഹിത്യ കൃതിയായ അവർ മൂവരും ഒരു മഴവില്ല് എന്ന കൃതിയുടെ രചയിതാവ് ആരാണ്? ഉത്തരം രഘുനാഥ് പാലേരി. ബാലസാഹിത്യ പുരസ്കാരമായ പരാഗ് ബിഗ് ലിറ്റിൽ ബുക്ക് പ്രൈസ് ലഭിച്ച മലയാളി ആരാണ്? ഉത്തരം പ്രൊഫസർ S ശിവദാസ്. സാഹിത്യത്തിന് നൽകുന്ന ലോകത്തിലെ ഏറ്റവും വലിയ പുരസ്കാരം ഏതാണ്? ഉത്തരം സാഹിത്യത്തിനുള്ള നോബൽ സമ്മാനം. സാഹിത്യത്തിനുള്ള നൊബേൽ സമ്മാനം നേടിയ ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തി ആരാണ്? ഉത്തരം റുഡ്യാർഡ് കിപ്ലിംഗ്. 2026 പുസ്തക തലസ്ഥാനമായി യുനെസ്കോ പ്രഖ്യാപിച്ച മൊറോക്കോ നഗരം ഏതാണ്? ഉത്തരം റബത്ത്. സാഹിത്യത്തിനുള്ള നൊബേൽ സമ്മാനം ലഭിച്ച ആദ്യ ഇന്ത്യക്കാരൻ ആരാണ്? ഉത്തരം രവീന്ദ്രനാഥ ടാഗോർ.